ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇൻസൈഡർ മീൻസ് എനി പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് കണക്റ്റഡ് വിത്ത് ദ കമ്പനി ആൻഡ് ഹു ഈസ് റീസണബിളി എക്സ്പെക്റ്റഡ് ടു have access to unpublished price sensitive information in respect of securities of the company, or who has received or has had access to such unpublished price sensitive information. അതായത് ഇൻസൈഡർ മീൻസ് എനി പേഴ്സൺ ഹൂ ഈസ് ഓർ ഹാസ് കണക്റ്റഡ് വിത്ത് ദ കമ്പനി, കമ്പനിയുമായിട്ട് നേരിട്ട് കണക്ഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളെയാണ് നമ്മുടെ ഇൻസൈഡേഴ്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഹൂ ഈസ് റീസണബിളി കണക്റ്റഡ് ടു ഹാവ് ആക്സസ് ടു ദിസ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. കമ്പനിയുടെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസുകളെ സംബന്ധിച്ചോ നേരിട്ട് ഇൻഫർമേഷൻ ലഭ്യമാകുന്ന വ്യക്തികളാണ് നമ്മുടെ ഇൻസൈഡേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി, കമ്പനി സെക്യൂരിറ്റികളുമായിട്ടുള്ള ഇൻഫർമേഷൻസ് നേരിട്ട് അറിയാൻ അവകാശമുള്ള അല്ലെങ്കിൽ നേരിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ അവൈലബിലിറ്റി ആയിട്ടുള്ള വ്യക്തികളാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് ആൻ ആക്സസ് ടു സച്ച് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനെ സംബന്ധിച്ചുള്ള ഒരു ആക്സസ് കമ്പനിയിലുണ്ടായിരിക്കും. സോ എന്താണ് ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇൻസൈഡേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഹാവ് എ ഡയറക്റ്റ് ആക്സസ് വിത്ത് ദ കമ്പനി. കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉള്ള പേഴ്സൺസിനെയാണ് കമ്പനിയുടെ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് അല്ലെങ്കിൽ ഡെയിലി മാറ്റേഴ്സിൽ നേരിട്ട് റിലേഷൻഷിപ്പ് ഉള്ളവരും അതിൽ കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ വേണ്ടിയിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് റീസണബിളി എക്സ്പെക്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരുമാണ് കമ്പനിയുടെ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് എ ഡയറക്റ്റ് ആക്സസ് ടു ദ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എബൌട്ട് ദ കമ്പനീസ്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ പ്രൈസിനെ സംബന്ധിച്ചുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻ നേടിയെടുക്കാൻ അവർക്ക് കഴിയുമെന്നതുകൊണ്ട് തന്നെ such unpublished price sensitive information has received and they can be misutilized by them. അതിനെ മിസ്മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. നെക്സ്റ്റ് അടുത്ത് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് കേസസ്. ഇൻസൈഡർ ട്രേഡിംഗ് കേസസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകളെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് വൺ, കോർപ്പറേറ്റ് ഓഫീസേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഹൂ ട്രേഡഡ് ദ കോർപ്പറേഷൻസ് സെക്യൂരിറ്റീസ് ആഫ്റ്റർ ലേണിംഗ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് കോൺഫിഡൻഷ്യൽ കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ്സ്. അതായത് കോർപ്പറേറ്റ് ഓഫീസേഴ്സ്, കമ്പനിയുടെ ഉന്നത അധികാരികളായിട്ടുള്ള ടോപ്പ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഹൂ ട്രേഡഡ് ദ കോർപ്പറേഷൻസ് സെക്യൂരിറ്റീസ്, കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റികൾ ട്രേഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾ ആഫ്റ്റർ ലേണിംഗ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് കോൺഫിഡൻഷ്യൽ കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ്, കോർപ്പറേറ്റിൻ്റെ ഡെവലപ്മെൻറ്റുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഇത്തരത്തിലുള്ള ഓഫീസേഴ്സ്, ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് എന്നിവരാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈഡർ കാറ്റഗറി ഇൻവോൾവ്സ് ദ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ് ആൻഡ് അതർ പേഴ്സൺസ് ഹു ഹാവ് എ ഡയറക്റ്റ് ആക്സസ് വിത്ത് ദ കോർപ്പറേറ്റ് അഫയേഴ്സ്. കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഡയറക്റ്റ് ആക്സസ് ഉള്ള ഇത്തരത്തിലുള്ള ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, അതുപോലെ തന്നെ ഓഫീസേഴ്സ് ഹു ഹാവ് traded the corporation's securities after learning significant confidential corporate development. Next, friends, business associations, family members and other tippies of such officers, directors and employees who traded the securities after receiving such information. കമ്പനിയുമായിട്ടുള്ള സെക്യൂരിറ്റികളുടെ അൺപബ്ലിഷ്ഡ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ നേടിയതിന് ശേഷം അത് സെക്യൂരിറ്റികൾ മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കുന്ന ഫ്രണ്ട്സ്, ബിസിനസ് അസോസിയേഷൻസ്, ഡയറക്ടേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ മറ്റ് റിലേറ്റീവ്സ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഹൂ ട്രേഡഡ് ദ സെക്യൂരിറ്റീസ് ആഫ്റ്റർ റിസീവിങ് സച്ച് ഇൻഫർമേഷൻസ് കമ്പനിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്, സെക്യൂരിറ്റികളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് നേടിയെടുക്കാൻ കെൽപ്പുള്ളവരും അതിൻ്റെ ഭാഗമായിട്ട് അത് സെക്യൂരിറ്റികളായിട്ട് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുന്നവരുമായിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ എംപ്ലോയീസ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, ബിസിനസ് അസോസിയേഷൻസ് ആൻഡ് ഫ്രണ്ട്സ് എന്നിവരും ഇൻസൈഡർ ട്രേഡേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടും. നെക്സ്റ്റ്, എംപ്ലോയീസ് ഓഫ് ലോ, banking, brokerage and printing firms who were given such information to provide services to the corporation whose securities they traded. ഏത് കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റികളാണോ ട്രേഡ് ചെയ്യുന്നത് അതിനായിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ, ബ്രോക്കറേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ എംപ്ലോയീസ് ഓഫ് ലോ, നിയമം അറിയാവുന്ന എംപ്ലോയീസ്, അതുപോലെ തന്നെ ബാങ്കിങ് എംപ്ലോയീസ്, ബ്രോക്കറേജ് പേഴ്സൺസ്, ബ്രോക്കറേജ് കമ്മീഷൻസ്, ഇത്തരത്തിലുള്ള ഏജൻസികളും സെക്യൂരിറ്റികൾ ട്രേഡ് ചെയ്യുന്നതിനുള്ള ഇൻസൈഡേഴ്സായിട്ട് വരുന്നുണ്ട്. സോ ദ എംപ്ലോയീസ് ഓഫ് ലോ, ബാങ്കിങ്, ബ്രോക്കറേജ് ആൻഡ് പ്രിൻറ്റിംഗ് ഫേംസ് ഹു ആർ ഗിവൻ സച്ച് ഇൻഫർമേഷൻ ടു പ്രൊവൈഡ് സർവീസസ് ടു ദ കോർപ്പറേഷൻ ഹൂസ് സെക്യൂരിറ്റീസ് ദേ ട്രേഡഡ്. ഏത് കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റികളാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ കോർപ്പറേഷൻ്റെ നേരിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ബാങ്കുകൾ, അതുപോലെ തന്നെ കമ്മീഷൻ ഏജൻറ്റുകൾ, എംപ്ലോയീസ് ഓഫ് ലോ, നിയമം അറിയാവുന്ന എംപ്ലോയീസ്, ഇവരും അതിൻ്റെ ഇൻസൈഡേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടും.
നെക്സ്റ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ഹൂ ലേൺ ഇൻഫർമേഷൻ ബിക്കോസ് ഓഫ് ദെയർ എംപ്ലോയ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള വ്യക്തികൾ അവർക്ക് കമ്പനിയുടെ ഡയറക്ടർ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ പബ്ലിക് കമ്പനിയാണെങ്കിൽ പബ്ലിക് കമ്പനിയുടെ ഡയറക്ടർ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയുടെ ഓഫീസർ സ്ഥാനത്തേക്കോ അവർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരും ഈ കാറ്റഗറിയിൽ പെടുന്നൊരു വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എംപ്ലോയീസ് ഹൂ ലേൺഡ് ദ ഇൻഫർമേഷൻ ബിക്കോസ് ഓഫ് ദെയർ എംപ്ലോയ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ്. Next one, other persons who misappropriated and took advantage of confidential information from their employers. എംപ്ലോയേഴ്സിൻ്റെ കയ്യിൽ നിന്നും കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ നേടിയെടുക്കാൻ കഴിയുന്നതും ആ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസിനെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നവരുമായിട്ടുള്ള മറ്റ് മെമ്പർമാർ അവരും ഇൻസൈഡേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടും. അപ്പോൾ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡർ ട്രേഡിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് സെബി എന്നുള്ള അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തത് തന്നെ. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡർ മീൻസ് എനി പേഴ്സൺ ഹു ഈസ് ഓർ വാസ് കണക്റ്റഡ് വിത്ത് ദ കമ്പനി is deemed to have been connected with the company, reasonably expected to have access to unpublished price sensitive information in respect of securities of company, or has received or had access to such unpublished price sensitive information. അതായത് ഒരു കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഡെയിലി മാറ്ററുമായിട്ട് നേരിട്ട് കണക്ഷൻസ് ഉള്ള അതിൻ്റെ തന്നെ ഓഫീസേഴ്സ്, ഗവൺമെൻറ് എംപ്ലോയീസ്, ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, പ്രസിഡൻസ്, സെക്രട്ടറി, ഇത്തരത്തിലുള്ള വ്യക്തികൾ അവരുടെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, കമ്പനിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയോ അല്ലെങ്കിൽ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയെ സംബന്ധിച്ചുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, പബ്ലിഷ് ചെയ്യാത്ത പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുകയും ഇതിനെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇത് ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് മാറുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഷെയർ ഹോൾഡേഴ്സിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് സെബി ഇതിനെ കണക്കാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻ ആക്ട് 2015 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. സോ ദ പർപ്പസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ is to protect the interest of both the shareholders and to prevent the insider trading activities in കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിലുള്ള ഇത്തരത്തിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് ആക്ടിവിറ്റികളെ തടയലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് സെബി എന്നുള്ള അസോസിയേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് സെബി ഈസ് ടു പ്രിവെൻഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇനി എന്താണ് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പ്രിവെൻഷൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്നാണ് പറയുന്നത്. നീഡ് ഫോർ പ്രിവെൻറ്റിംഗ് ദ ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അതിനെ തടയുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഇൻസൈഡർ ട്രേഡിംഗ് ലോവേഴ്സ് ദ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഇൻ ദ ഫെയർനെസ് ആൻഡ് ഇൻറ്റഗ്രിറ്റീസ് ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ ട്രാൻസ്പെറൻസി സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി മാറുകയും കമ്പനിയിൽ കൂടുതൽ ഷെയർ ക്യാപിറ്റൽ വരുന്നതിനെ തടയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവണത താരതമ്യേന റെഡ്യൂസ് ചെയ്ത് വരും. SEBI is the watchdog of all stock exchanges in India, so it is seen that insider trading is done under the disguised names and entities so that they can maintain a shareholding over and above the limit of SEBI without making it public. അതായത് പബ്ലിക്സിലേക്ക് ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യാതെ അല്ലെങ്കിൽ പ്രൈസിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാതെ തന്നെ എക്സ്പ്ലോയിറ്റേഷനിൽ കൂടെ പണം സമാഹരിക്കാനുള്ളൊരു മാർഗം കണ്ടെത്താൻ അവരെ പ്രചോദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അത് തടയുക എന്നുള്ളത് സെബിയുടെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ദ മെയിൻ എയിം ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് പ്രിവെൻഷൻ ഈസ് ടു ഡിസ്ഗൈസ്ഡ് നെയിംസ് ആൻഡ് എൻറ്റിറ്റീസ്. ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള നെയിംസ് ആൻഡ് എൻറ്റിറ്റീസിലുള്ള പ്രിവെൻഷൻ ചെയ്യുക. ഡിസ്ഗൈസ്ഡ് നെയിംസ് ആൻഡ് എൻറ്റിറ്റീസിലുള്ള ട്രേഡിങ്ങിനെ പ്രിവെൻഷൻ ചെയ്യുകയും സോ ദാറ്റ് ദേ ക്യാൻ മെയിൻറ്റെയിൻ എ ഷെയർ ഹോൾഡിംഗ് ഓവർ ആൻഡ് എബവ് ദ ലിമിറ്റ് ഓഫ് സെബി. സെബി പറഞ്ഞതിനേക്കാളും മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റിന് പുറത്തോ ഉള്ള ഷെയർ ഹോൾഡിംഗ് നടപ്പിലാക്കുന്നതിനെ തടയുക എന്നുള്ളത് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ഒരു എയിമാണ്. സോ വിതൗട്ട് മേക്കിംഗ് ഇറ്റ് പബ്ലിക് ആക്കാതെ, അതായത് പബ്ലിക് ആക്കാതെ, പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പബ്ലിക് ആക്കാതെ ഷെയർ ഹോൾഡേഴ്സിനെ വഞ്ചിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഡിസ്ഗൈസ്ഡ് നെയിംസ് ആൻഡ് എൻറ്റിറ്റീസ് ഉപയോഗിക്കുന്നതിനെ തടയുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. സച്ച് കൈൻഡ് ഓഫ് മിസ്ചീവസ് പ്രാക്ടീസ് ഷുഡ് ബി ഡെൽറ്റ് വിത്ത് സ്ട്രിക്ട്ലി ആൻഡ് പ്രിക്കോഷണറി മെഷേഴ്സ് ഷുഡ് ബി അണ്ടർടേക്കൻ. അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തടയുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രിക്കോഷണറി മെഷേഴ്സ് സ്ട്രിക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ദ നീഡ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് ക്ലിയർ.
That means it reduces the investors' confidence in the fairness and integrity of the securities market. Securities marketiലുള്ള ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസും ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റിയെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ മെയിൻ aim of insider trading prevention is to reduce the investors confidence reduce ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ്. SEBI acts as a watchdog of all stock exchanges in India. It is seen that the insider trading is done under the disguised names and entities നാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുള്ളത് നടപ്പിലാക്കുന്നത്. So that they can maintain a shareholding over and above the limit of SEBI. സെബിയുടെ ലിമിറ്റിന് പുറത്തുള്ളതും അതുപോലെ തന്നെ സെബി അംഗീകരിച്ചതിന് പുറത്തുള്ള സെക്യൂരിറ്റികളുടെ ട്രേഡിംഗ് നടപ്പിലാക്കുന്നതിനെ തടയുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമാണ്. സോ സച്ച് കൈൻഡ് ഓഫ് മിസ്ചീവസ് പ്രാക്ടീസ് ഷുഡ് ബി ഡെൽറ്റ് വിത്ത് സ്ട്രിക്ട്ലി ആൻഡ് പ്രിക്കോഷണറി മെഷേഴ്സ് ഷുഡ് ബി അണ്ടർടേക്കൻ. ഇത്തരത്തിലുള്ള മിസ്ചീവസ് പ്രാക്ടീസിനെ സ്ട്രിക്റ്റായിട്ട് തടയുകയും അതിനെതിരായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കലും അത്യാവശ്യമാണ്. നെക്സ്റ്റ് എന്താണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ നോക്കാം. ഇറ്റ് മീൻസ് ദാറ്റ് സച്ച് ഇൻഫർമേഷൻ വിച്ച് ഈസ് നോട്ട് ഇൻ ദ പബ്ലിക് ഡൊമൈൻ ഓർ ദ മാർക്കറ്റ് വിച്ച് ഈസ് not aware about it. Such information has a material effect on the price of the shares and the value of the securities of the company. കമ്പനിയുടെ സെക്യൂരിറ്റിയുടെ വാല്യൂവിൻ്റെ മുകളിലും ഷെയറിൻ്റെ പ്രൈസിൻ്റെ മുകളിലുമുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ കമ്പനി ഓഫീസേഴ്സിനും നേരിട്ട് അറിയാൻ കഴിയും. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അവർ പബ്ലിക് ഡൊമൈൻസിലേക്ക് മാർക്കറ്റിലെ പബ്ലിക് ഡൊമൈൻസിലേക്ക് നൽകുന്നതിന് പകരം പേഴ്സണൽ ഇൻഫർമേഷനായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുകയും മറ്റൊരു കമ്പനികൾക്ക് അത് പകർന്നു നൽകുകയും ചെയ്താൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ കമ്പനീസ് ലോയ്ക്ക് വിരുദ്ധമായിട്ട് മാറും. സോ ഇറ്റ് മീൻസ് ദാറ്റ് സച്ച് ഇൻഫർമേഷൻ വിച്ച് ഈസ് നോട്ട് ഇൻ പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിക്കാത്ത ഇൻഫർമേഷൻ ഓർ മാർക്കറ്റിലേക്ക് എത്തിക്കാത്തതോ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈൻസിലേക്കോ എത്തിക്കാത്ത സെക്യൂരിറ്റികളുടെ വിലയെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് ഹൈഡിങ് ഇൻഫർമേഷൻസ് ഒരിക്കലും ഒരു കമ്പനീസ് ആക്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിൽ ഈ ഹൈഡിങ് ഇൻഫർമേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് മാറുകയും അതിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് such information has a material fact on the price of the shares. ഷെയറിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ മെറ്റീരിയൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ കൃത്യമായിട്ട് പ്രതിപാദിക്കുകയും ചെയ്യണം. സോ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്കറേജ്ഡ്. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസിനെ ഡിസ്കറേജ് ചെയ്യുകയും വിച്ച് ഈസ് നോട്ട് ഇൻ പബ്ലിക് ഡൊമൈൻ ഓർ ദ മാർക്കറ്റ് ഈസ് നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് 2015. 2015 പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ comes on 1988 January and which is passed its act on 1992. 1988 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി എന്നുള്ളൊരു അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തത്. ഇത് 1992 പാർലമെൻറ്റിൽ സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയ ശേഷം ഒരു നിയമപരമായ ഒരു സംഘടനയായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ദ പർപ്പസ് ഓഫ് സെബി ഈസ് ടു ആക്ട് ആസ് എ വാച്ച് ഡോഗ് ഫോർ ആൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഒരു വാച്ച് ഡോഗായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സെബിയുടെ പർപ്പസ് എന്ന് പറയുന്നത്. സോ the main aim of SEBI is to protect the interest of the investors and also to protect the illegal practices such as insider trading and malpractices such as unpublished price sensitive information. So the prohibition of insider trading is the main purpose of Securities and Exchange Board of India. SEBI through its Gazette notification dated on January 15, 2015. 2015 ജനുവരി 15 SEBI ഒരു പ്രത്യേകമായിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുകയും and as per this regulation put a place and framework for prohibition of insider trading. ഇൻസൈഡർ ട്രേഡിങ്ങിനെ തടയാനുള്ള ഒരു നിയമം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. So at this purpose because of this insider trading in securities to strengthen the legal framework thereof. ഈ ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റികളുടെ മുകളിലുള്ള ഇത്തരത്തിലുള്ള പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രൊഹിബിഷൻ ചെയ്യുക, അതിന് വേണ്ട ഒരു ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2015 ഈ ജനുവരി 15 വന്നിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സെക്ഷൻ 195 എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഡെവലപ്പ് ചെയ്യുകയും അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ ദ കമ്പനീസ് ആക്ട് പ്രൊവൈഡഡ് ദാറ്റ് നോ പേഴ്സൺ ഇൻക്ലൂഡിംഗ് എനി ഡയറക്ടർ ഓർ കീ മാനേജീരിയൽ പേഴ്സണൽ, ഡയറക്ടറോ അതുപോലെ തന്നെ കീ മാനേജീരിയൽ പേഴ്സണലോ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിയും
ഷാൾ നോട്ട് എൻ്റർ ഇൻ ടു ഇൻസൈഡർ ട്രേഡിംഗ്, ഇൻസൈഡർ ട്രേഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. സോ അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ 195 ഓഫ് ദ കമ്പനീസ് ആക്ട് January 15, 2015 states that every director and other officers or managers of the firm does not indulge in insider trading and it should be prohibited as per this section 195. ഇനി ആരാണ് ഇൻസൈഡർ എന്നും ട്രേഡിംഗ് എന്നും അതുപോലെ തന്നെ കണക്റ്റഡ് പേഴ്സൺസ് എന്നും അതുപോലെ തന്നെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇതിൽ 4 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ സെക്ഷൻ 195 പറയുന്നത്. കമ്പനീസ് ആക്ട് 2015 സെക്ഷൻ 95 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇൻസൈഡർ എന്നും, പിന്നൊന്ന് ട്രേഡിംഗ് എന്നും, പിന്നൊന്ന് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്നും, പിന്നൊന്ന് കണക്റ്റഡ് പേഴ്സൺസ് എന്നും. അപ്പോൾ അതിലാദ്യം ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇൻസൈഡർ എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻസൈഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻസൈഡർ മീൻസ് എനി കണക്റ്റഡ് പേഴ്സൺസ് ഓർ എൻ പൊസഷൻ ഓഫ് ഹാവിങ് ആക്സസ് ടു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. പബ്ലിഷ് ചെയ്യാത്ത പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനെ കുറിച്ചിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു കണക്റ്റഡ് പേഴ്സൺസിനെയാണ് നമ്മൾ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻസൈഡർ മീൻസ് ദ കണക്റ്റഡ് പേഴ്സൺസ് ഓർ എൻ പൊസഷൻ ഓഫ് ഹാവിങ് ആക്സസ് ടു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഒരു സെക്യൂരിറ്റിയുടെ വിലയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പ്രൈസിനെ സംബന്ധിച്ചോ പബ്ലിഷ് ചെയ്യാത്ത ഇൻഫർമേഷൻസ് കൈവശം വെച്ചിരിക്കുന്നവരെയാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കണക്റ്റഡ് പേഴ്സൺസ് ഓർ എൻ പൊസഷൻ ഓഫ് ഓർ ഹാവിങ് ആക്സസ് ടു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് അറിവുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്ത ഇത്തരത്തിലുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് അറിവ് ലഭിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡിംഗ് മീൻസ് സബ്സ്ക്രൈബിംഗ്, ബൈയിങ്, സെല്ലിംഗ് ഓർ ഡീലിംഗ് ഓർ എഗ്രീയിങ് ടു സബ്സ്ക്രൈബ്, ബൈ, സെൽ, ഡീൽ ഇൻ എനി സെക്യൂരിറ്റീസ് ആൻഡ് ട്രേഡ് ഷാൾ ബി കോൺസ്ട്രൂഡ് അക്കോർഡിംഗ്ലി. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? ഉൽപ്പന്നങ്ങളുടെ വാങ്ങലാകാം, അതുപോലെ തന്നെ ഡീലിങ്സ് ആകാം, സെല്ലിംഗ് ആകാം, അതുപോലെ തന്നെ എഗ്രീയിങ് ടു സബ്സ്ക്രൈബ് വാങ്ങാം എന്നുള്ള എഗ്രീയിങ് ആകാം, ബൈ, സെൽ, ഡീൽ എനി സെക്യൂരിറ്റീസ് സെക്യൂരിറ്റികളുടെ വാങ്ങലോ വിൽക്കലോ അതുപോലെ തന്നെ ഡീലിങ്സോ ആകാം, ആൻഡ് ട്രേഡ് ഷാൾ ബി കോൺസ്ട്രൂഡ് അക്കോർഡിംഗ്ലി. ഇതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സെക്ഷൻ 195 പ്രകാരം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എനി സെക്യൂരിറ്റീസ് ബൈയിങ്, സെല്ലിംഗ്, ഡീലിംഗ്, എഗ്രീയിങ് ടു സബ്സ്ക്രൈബ്, ബൈ, സെൽ ഓർ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് ട്രേഡ് ഷാൾ ബി കോൺസ്ട്രൂഡ് അക്കോർഡിംഗ്ലി. നെക്സ്റ്റ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് പറയുന്നത് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. എന്താണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ നോക്കാം. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കമ്പനി ഓർ ദ സെക്യൂരിറ്റീസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. കമ്പനിയുടെ സെക്യൂരിറ്റികളെ പറ്റി ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അഫക്റ്റ് ചെയ്യുന്ന പബ്ലിഷ് ചെയ്യാത്ത ഇൻഫർമേഷൻസിനെയാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ജനറലി അവൈലബിൾ വിച്ച് അപ്പോൺ ബിക്കമിങ് ജനറലി അവൈലബിൾ. അത് ജനറലി അവൈലബിൾ ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ മെറ്റീരിയലി അഫക്റ്റ് ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസിൻ്റെ വിലയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ആൻഡ് ഷാൾ ഓർഡിനറിലി ഇൻക്ലൂഡിങ് ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു. അത് പബ്ലിഷ് ചെയ്യാത്തതാണ്. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് അവർ ഇൻസൈഡർ ട്രേഡിങ്ങിൽ കൂടെ അറിവ് നേടുകയാണെങ്കിൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ലോ. ഇനി 4ാമത് പറയുന്നത് കണക്റ്റഡ് പേഴ്സൺസ് പറയുന്നത്. കണക്റ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കണക്റ്റഡ് പേഴ്സൺസ് മീൻസ് എനി പേഴ്സൺസ് who is or has during the 6 months prior to the concerned act been associated with a company directly or indirectly in any capacity, including by reason of frequent communication with its officers or by being connected persons. Or connected persons means any person who is or has during with 6 months prior to the concerned act has been associated with a company directly or indirectly in any capacity, including by reason of frequent communication with its officers or by being any contractual, fiduciary or employment relationship, or being a director, officer or an employee of the company, or holds any position including professional business relationship between himself and the company, whether temporary or permanent, that allows such person directly or indirectly access to unpublished price sensitive information or is reasonably expected to allow such access. അതായത് കണക്റ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ
കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 6 മന്തിൻ്റെ ഉള്ളിൽ 6 മാസമായിട്ട്, അതായത് ഹു ഈസ് ഓർ ഹാസ് ഡ്യൂറിങ് ദ 6 മന്ത് പ്രയർ ടു ദ കൺസേൺ ആക്ട് ഹാസ് ബീൻ അസോസിയേറ്റഡ് ദ കമ്പനിയുമായിട്ട് 6 മാസം തുടർച്ചയായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ്ലി 6 മാസം പറഞ്ഞാൽ പ്രൊബേഷണറി പീരീഡാണ്. ആ പ്രൊബേഷണറി പീരീഡ് കാലാവധിയിലുള്ളിൽ കമ്പനിയിൽ ഡയറക്റ്റായിട്ട് ഡേ ടു ഡേ അഫയേഴ്സുകളിൽ സ്ഥിരമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കമ്പനിയുടെ ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഓഫീസേഴ്സുമായിട്ട് ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ കമ്പനിയുടെ കോൺട്രാക്ച്വൽ ആൻഡ് ഫിഡൂഷ്യറി റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് എംപ്ലോയേഴ്സുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പുകൾ സ്ഥാപിച്ചെടുക്കുകയും ഓർ ഹാവ് ബീൻ എ ഡയറക്ടർ, ഓഫീസർ ഓർ എനി എംപ്ലോയി, കമ്പനിയുടെ ഡയറക്ടറാകാം, ഇത്തരത്തിലുള്ള കമ്പനിയുടെ ഡയറക്ടേഴ്സോ ഓഫീസേഴ്സോ എംപ്ലോയീസോ, ഓർ ഹോൾഡിംഗ് എനി പൊസിഷൻ ഇൻക്ലൂഡിംഗ് എ പ്രൊഫഷണൽ ഓർ ബിസിനസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിംസെൽഫ്, ആ വ്യക്തിയും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളുമായിട്ട്, അതായത് എംപ്ലോയീസും തമ്മിലൊരു പ്രൊഫഷണലോ അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുകയോ ഇൻ ദ കമ്പനി വെദർ ടെമ്പററി ഓർ പെർമനൻറ്റ്, താൽക്കാലികമായിട്ടോ ആകാം അല്ലെങ്കിൽ സ്ഥിരമായിട്ടാകാം, അത്തരത്തിലുള്ള ഒരു സംവിധാനം മൂലം ആ പേഴ്സൺസിന് സച്ച് പേഴ്സൺ ഹാസ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആക്സസ് ടു സച്ച് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖാന്തരം ആ വ്യക്തിക്ക് കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനെ കുറിച്ച് ആക്സസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവരെയാണ് കമ്പനിയുടെ കണക്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിങ്ങിൽ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ഇൻസൈഡേഴ്സ്, പിന്നൊന്ന് ട്രേഡിംഗ്, പിന്നൊന്ന് കണക്റ്റഡ് പേഴ്സൺസ്, പിന്നൊന്ന് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ they are the persons or possession or having access to unpublished price sensitive information. Unpublished price sensitive information ആക്സസ് ചെയ്യാൻ കഴിയുന്ന കമ്പനിയുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺസിനെയാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് സബ്സ്ക്രൈബിംഗ്, ബൈയിങ്, സെല്ലിംഗ്, ഡീലിംഗ് ഓർ എഗ്രിയിങ് ടു സബ്സ്ക്രൈബ്. ബൈയിങ് ആകാം, സെല്ലിംഗ് ആകാം, ഡീലിംഗ് ആകാം, ഓർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എഗ്രിമെൻ്റ് ആകാം. അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പറഞ്ഞാൽ ദ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ വിച്ച് ഈസ് കനോട്ട് ബി in public domain or it cannot be disclosed to the whole public. ഹോൾ പബ്ലിക്കിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ലാത്തതോ ആയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ വിലയെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസാണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ജനറലി അവൈലബിൾ ആയിട്ടില്ല അത്. സോ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പരിധിയിൽ വരും. പിന്നെ അതുപോലെ തന്നെ കണക്റ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പേഴ്സൺ ഹൂ ഈസ് ഓർ ഹാവിങ് 6 months prior to the concerned act has been associated with the company. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 6 മന്തുകളായിട്ട് കമ്പനിയിൽ പ്രവർത്തിക്കുകയും അതിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഓഫീസേഴ്സുമായിട്ട് ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഫിഡൂഷ്യറി റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും ദാറ്റ് ക്രിയേറ്റ്സ് ദ പേഴ്സൺസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് റിലേഷൻഷിപ്പ് in the form of director, officer or employee. എംപ്ലോയി എന്ന രൂപത്തിലാകാം, ഡയറക്ടർ എന്ന രൂപത്തിലാകാം, ഓഫീസർ എന്ന രൂപത്തിലാകാം. ഒരു ഫിഡൂഷ്യറി റിലേഷൻഷിപ്പ് എംപ്ലോയീസുമായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയും ദാറ്റ് ഹോൾഡ്സ് ദ പൊസിഷൻ ഇൻക്ലൂഡിംഗ് എ പ്രൊഫഷണൽ ഓർ ബിസിനസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിംസെൽഫ്, ആ വ്യക്തിയുമായിട്ട് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുകയും ആൻഡ് വെദർ ദ പേഴ്സൺ ഈസ് എ ടെമ്പററി ഓർ പെർമനൻറ്റ് that allows such person directly or indirectly access to the unpublished price sensitive information. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം മുഖാന്തരം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ടെമ്പററി ആകാം, പെർമനൻ്റ് ആകാം, വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുമായിട്ടുള്ള നേരിട്ടുള്ള റിലേഷൻഷിപ്പ് മുഖാന്തരം ആ കമ്പനിയുടെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ കണക്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. സോ ദ മെയിൻ പർപ്പസ് ഓഫ് സെബി ഈസ് ടു റെഗുലേറ്റ് ഓർ റെഗുലേറ്റ് അല്ല, പ്രൊഹിബിറ്റ് തന്നെയാണ്, നിരോധിക്കൽ തന്നെയാണ്. പ്രൊഹിബിറ്റ് ദ ഇൻസൈഡർ ട്രേഡിംഗ്, നിയന്ത്രിക്കലല്ല, യഥാർത്ഥത്തിൽ നിരോധിക്കൽ തന്നെയാണ് നടക്കുന്നത്. പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്, ഇൻസൈഡർ ട്രേഡിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നതാണ് സെബി എന്നുള്ളതിൻ്റെ അസോസിയേഷൻ്റെ ലക്ഷ്യം. അതിൽ 195 സെക്ഷൻ 195 ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. സോ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ റിലേഷൻഷിപ്പുകളുള്ള കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ്, മാനേജേഴ്സ് അതുപോലെയുള്ള വ്യക്തികൾ കമ്പനിയുടെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, പബ്ലിഷ് ചെയ്യാത്ത പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, സെക്യൂരിറ്റികളുടെ മുകളിലുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ പേഴ്സണൽ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളിലേക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതെന്തായി മാറാം? ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ട് മാറാം. അതിൽ നോ പേഴ്സൺ ഇൻക്ലൂഡിങ് എനി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിയും കമ്പനിയുടെ മാനേജീരിയൽ പേഴ്സണൽ ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിയും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു വ്യക്തിയും ഡസ് നോട്ട് എൻ്റർ ഓർ ഷാൾ നോട്ട് എൻ്റർ ഇൻ ടു ഇൻസൈഡർ ട്രേഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. ഓക്കെ, ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.